ഹലോ, നമസ്കാരം. സത്യം പറഞ്ഞ മെനഞ്ഞാന്ന് സനൽകുമാർ ശശിധരന് വേണ്ടി ഒരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ചതാണ് ഇനി ആ വിഷയം സംസാരിക്കരുത് എന്ന്. കാരണം നമുക്ക് പറയാനുള്ള ഒരു അഭിപ്രായം അത് നമ്മൾ പറഞ്ഞു, അത് അയാൾ ഉൾക്കൊള്ളുന്നെങ്കിൽ ഉൾക്കൊള്ളട്ടെ എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അത് അയാൾ ഉൾക്കൊണ്ട രീതി വേറൊരു തരത്തിലായിപ്പോയി എന്ന് മാത്രം. അപ്പം എനിക്ക് തോന്നി അദ്ദേഹത്തിന് ഒരു മറുപടി കൊടുത്തേ പറ്റൂ എന്ന്. പക്ഷെ അത് ചെയ്യാൻ തയ്യാറല്ല. അന്വേഷണം നടക്കുന്നില്ല. ഞാൻ ചോദിച്ചു, അന്വേഷണം നടക്കണ്ട. ഈ പബ്ലിക് ഇത്രയും ആളുകളുണ്ടല്ലോ, ഈ അവർക്കൊപ്പം ടീമൊക്കെ ഉണ്ടല്ലോ, ഇവരാരെങ്കിലും ഒന്നിച്ച് കൂട്ടായ്മയായിട്ട് പോയിട്ട് ഇവരോട് ചോദിക്കണം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടോ. അതും ചെയ്യുന്നില്ല. പക്ഷെ അത് ഇത് ചെയ്യാതെ ഇവരെന്താ ചെയ്യുന്നത്? ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് കാരണം, ഈ ഓഡിയോ കോൺവെർസേഷൻ പുറത്തുവിടാൻ തന്നെ കാരണം, ഇന്നലെ ഭാഗ്യലക്ഷ്മി ചെയ്ത ഒരു വീഡിയോയുടെ എതിരാണ്. ഭാഗ്യലക്ഷ്മി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സനൽകുമാർ ശശിധരൻ ഇത് നിർത്തണം, ഇതിനി പറയാൻ പാടില്ല. സനൽകുമാർ ശശിധരൻ ഇത് പറഞ്ഞില്ല എങ്കിൽ ഒരാളും ഇതിനെപ്പറ്റി പറയാൻ പോകുന്നില്ല. ഒരാൾ പറയരുതെന്ന് മാത്രമാണ് ഇവിടേക്ക് ആവശ്യം. ഈ ഭാഗ്യലക്ഷ്മി ഞാൻ കുറേ വിളിച്ചു ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി ഫോൺ എടുത്തിരിക്കും. ഭാഗ്യലക്ഷ്മി പറയുന്നത് ഒരു 4 വർഷമായിട്ട് ഞാനിത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, ഇവർക്ക് അപമാനം ഉണ്ടാകുന്നു, അതുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്നാണ്. 4 വർഷമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴൊന്നും ഇതിന് വേണ്ടിയിട്ടില്ല. മറ്റുള്ളവരെ പറ്റി ഇതിനേക്കാളും അപമാനകരമായിട്ടുള്ള, ഞാൻ പറഞ്ഞ അപമാനമൊന്നുമില്ല. ഞാൻ പറഞ്ഞ ഒരു പ്രത്യേക സിറ്റുവേഷനാണ്, അത് ജനങ്ങൾ അറിയണം, അന്വേഷിക്കണം, പോലീസ് അന്വേഷിക്കണം, ഞാൻ പരാതിയാണ് കൊടുത്തത്. അപമാനമൊന്നുമില്ല. പക്ഷേ ഇവരിപ്പോൾ ഇത് പറയുന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 4 വർഷം ഇത് ഞാൻ പറഞ്ഞിട്ടും ആളുകളെല്ലാം ഇത് എനിക്ക് പ്രാന്താണെന്ന് പറഞ്ഞിട്ട് അനുസരിച്ചിട്ട് വേണ്ടിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇവർ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഈ സാംസ്കാരിക പ്രവർത്തകർപ്പെട്ട ഒരു പ്രസ്താവന പുറത്തുവിട്ടതിന് ശേഷം, ആ പത്രസമ്മേളനം നടത്തിയതിനു ശേഷം 1-2 ചാനലുകൾ എന്റെ ഇന്റർവ്യൂ എടുത്തു. ആ ഇന്റർവ്യൂവിന്റെ അടിയിൽ വരുന്ന കമന്റ്. അപ്പോൾ ഇത് കുറേ ഉണ്ട് കേട്ടോ, കുറേ ഇങ്ങനെ നീളത്തിൽ പുള്ളി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി പറയുന്നത് എനിക്കെതിരെ കുറച്ച് ആരോപണങ്ങൾ, ഞാൻ വളരെ മാന്യമായിട്ടാണ് ആ വീഡിയോയിൽ സംസാരിച്ചിരിക്കുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. എന്നോട് എല്ലാവരോടും പറഞ്ഞതും അതാണ്. ഞാൻ മറ്റൊന്നും പറഞ്ഞില്ല. അവർക്ക് നിങ്ങളോട് സ്നേഹമില്ല എന്ന് മനസ്സിലായല്ലോ, എന്ന് വിട്ടിട്ട് അങ്ങ് പൊയ്ക്കോളൂ എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ സിനിമ ചെയ്യൂ. അപ്പം അദ്ദേഹം ഈ വീഡിയോയിൽ പറയുന്നത് 4 വർഷമായി അദ്ദേഹം എന്നെ വിളിക്കാനായി ശ്രമിച്ചുകൊണ്ടിരുന്നു, പക്ഷെ ഞാൻ ഫോൺ എടുത്തില്ല എന്ന്. 4 വർഷമായി, 4 വർഷങ്ങൾക്ക് മുമ്പെന്നോ എപ്പോഴോ അയാൾ പറയുന്നുണ്ട്. എന്നെ വിളിച്ചതായി എൻ്റെ ഓർമ്മയിലില്ല. എന്നെ അങ്ങനെ ആരും, പിന്നെ എനിക്ക് പരിചയമില്ലാത്ത നമ്പർ ആയതുകൊണ്ട് ചിലപ്പോൾ ഞാൻ എടുക്കുന്നില്ലായിരിക്കാം. പക്ഷെ എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കാമല്ലോ, ഭാഗ്യലക്ഷ്മി, ഞാൻ സനൽകുമാർ ശശിധരനാണ്, എന്നോട് സംസാരിക്കാമല്ലോ. അപ്പം അത് അയാൾ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അങ്ങനെ എന്നെ അദ്ദേഹം വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് അദ്ദേഹത്തിന് എനിക്ക് അയച്ചു തരാമല്ലോ വാട്സപ്പിൽ കൂടി. അപ്പോൾ അതൊക്കെ വെറുതെ പറയുന്ന ഒരു ശുദ്ധ നുണയാണ്. പിന്നെ എന്താണ് അവൾക്കൊപ്പം എന്ന് പറയുന്ന ഒരു ടീമുണ്ടല്ലോ, അവരെല്ലാവരും കൂടെ അവരെ പോയി കാണണം. ആരെ? മഞ്ജുവിനെ പോയി കാണണം, കണ്ടിട്ട് പിന്നെ കാര്യങ്ങൾ എന്താണ് എന്ന് അന്വേഷിക്കണം എന്ന് ഇദ്ദേഹം ഈ വീഡിയോയിൽ ആവശ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല, ഇദ്ദേഹം കുറേ മുമ്പേ പിന്നെ അജിത ചേച്ചിയെ, അതായത് അവൾക്കൊപ്പം എന്ന ട്രസ്റ്റിൻ്റെ ചെയർപേഴ്സണാണ് അവർ, അജിത ചേച്ചിയെ ഇദ്ദേഹം വിളിച്ചിരുന്നു. ഈ കഥകളെല്ലാം അജിതേച്ചിയോട് പറഞ്ഞു എന്ന് അജിതേച്ചി എന്നോട് പറഞ്ഞിരുന്നു. അത് ഇന്നാണ് പറയുന്നത്. ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ഇദ്ദേഹം ഈ വീഡിയോയിൽ അത് പറയുന്നില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ അജിതേച്ചിയെ വിളിച്ച് ഞാൻ പറഞ്ഞു, ചേച്ചി എന്താണ് ഇതിൻ്റെ പിന്നിൽ, എന്താ ഇയാൾ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ അജിതേച്ചി പറഞ്ഞു, എന്നെയും വിളിച്ചിരുന്നു, അതിൽ വലിയ കാര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനത് നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ വിട്ടു എന്നാണ് ചേച്ചിയും പറഞ്ഞത്. പിന്നെ ഒന്ന് ഇദ്ദേഹം പറയുന്ന ഒരു വലിയ ആരോപണം എന്താ അറിയോ, ഈ മഞ്ജു എന്തായാലും ട്രാപ്പിലാണ്, അത് പുള്ളി ഉറപ്പിച്ചു, യാതൊരു സംശയവും ഇല്ല. മഞ്ജു ഏതോ ഒരു മാഫിയയുടെ ട്രാപ്പിൽപ്പെട്ട് കിടക്കുകയാണ്. ആ മാഫിയയുടെ കൂടെ സഞ്ചരിക്കുന്നവരാണ് ഞാൻ. ആ മാഫിയയുടെ, എനിക്കതായിരുന്നു ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയത്. ആ മാഫിയയുടെ കൂടെ സഞ്ചരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് സനൽകുമാർ നിങ്ങളിത് നിർത്തൂ എന്ന് ഞാൻ പറയുന്നത് എന്ന് ഒരാളിരുന്ന് ഇങ്ങനെ പൊട്ടത്തരം പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലേ? പിന്നെ അദ്ദേഹം മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഒക്കെ ആ വീഡിയോയിൽ കൂടി ഒരു സന്ദേശം പറയുന്നുണ്ട്, ദയവ് ചെയ്ത് ഞങ്ങളെ രണ്ടുപേരെയും ഒന്നിച്ചിരുത്തി സംസാരിക്കാനുള്ളൊരു ഇത് ഉണ്ടാക്കി തരും, ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം എന്നൊക്കെ. എന്താ ഇതിന് പറയുക ഇപ്പോൾ?
എന്താണിപ്പാ എനിക്ക് ഇത് പുള്ളിയെ ഓർത്ത് സഹതപിക്കണോ അതോ ദേഷ്യപ്പെടണോ? പിന്നെ പിന്നെ പുള്ളി വേറൊരു കാര്യം ചോദിക്കുന്നുണ്ട്, അതുകൂടി ഞാൻ പറയണം. പുള്ളി ചോദിക്കുന്നത്, ഭാഗ്യലക്ഷ്മി ആ വീഡിയോയിൽ പറയുന്നുണ്ട്, മഞ്ജു കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ, പിന്നെ ഇത്രയും പ്രായമുള്ളൊരു സ്ത്രീയല്ലേ, അവരെ സംരക്ഷിക്കാൻ അവർക്കറിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഭാഗ്യലക്ഷ്മി അവർക്ക് വേണ്ടി സംസാരിക്കുന്നത് എന്ന് ചോദിക്കുന്നു പുള്ളി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാ എന്നെ വിളിക്കാൻ പോയത്? നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചത് മിസ്റ്റർ സനൽകുമാർ? നിങ്ങൾ എന്നെ വിളിച്ച് സംസാരിക്കേണ്ട ആവശ്യം എന്താണ്? മഞ്ജു എൻ്റെ സുഹൃത്താണ്. അപ്പൊ മഞ്ജുവിനെ അപമാനിക്കുന്ന രീതിയിൽ ഇങ്ങനെ പാണൻ പാട്ടുപാടി നടക്കുന്നത് പോലെ നിങ്ങളിങ്ങനെ ചെണ്ടകൊട്ടി നടക്കുക. എല്ലാ യൂട്യൂബർമാർക്കും ചറപറാന്ന് ഇന്റർവ്യൂ കൊടുത്തിട്ട് ആ സ്ത്രീയെക്കുറിച്ച് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ മുഴുവനും നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളിപ്പോൾ ഏറ്റവും ലാസ്റ്റ് എനിക്ക് മറുപടി തന്ന വീഡിയോയിൽ തന്നെ നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ? നിങ്ങൾ അതിൽ ചില ആളുകളുടെ പേര് പറയുന്നുണ്ട്. ആ പേര് ഞാൻ എന്തായാലും പറയില്ല. കാരണം അത് നിയമപരമായിട്ട് അവർക്ക് നടപടിയെടുക്കാനുള്ള വകുപ്പുണ്ട്. അതായത് നിങ്ങൾ ചില ആളുകളുടെ പേര് പറയുന്നുണ്ട്, അവരാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് നിങ്ങൾക്ക് അങ്ങനെ സംശയമുണ്ടെങ്കിൽ ഈ കേസ് നടക്കുന്നുണ്ടല്ലോ, ആ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പോയി നിങ്ങൾ പറയൂ. അല്ലെങ്കിൽ കോടതിയോട് പോയി നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നിങ്ങൾ കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യൂ. അങ്ങനെ ചെയ്യാനുള്ള വകുപ്പുണ്ട് ഇവിടെ. പോലീസ് കേസ് എടുത്തില്ലെങ്കിൽ കോടതിയോട് പോയി പറയുക, ഞാൻ ഇങ്ങനെ ഒരാളുടെ കാര്യം പറഞ്ഞു, പക്ഷെ പോലീസ് അന്വേഷിക്കുന്നില്ല, കോടതിയോട് പോയി പറയേ. പക്ഷേ പബ്ലിക് മീഡിയയിൽ വന്ന് ഒരു എല്ലാ രീതിയിലും സമൂഹം ബഹുമാനിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് ഇത്രയും മോശമായ കെട്ടുകഥകൾ പറയുന്ന നിങ്ങൾക്കെതിരെ സംസാരിക്കും. അത് സംസാരിക്കുക എന്നുള്ളത് ഓരോ സ്ത്രീയുടെയും ഉത്തരവാദിത്വമാണ്. അത് മഞ്ജു എൻ്റെ സുഹൃത്തായത് കൊണ്ടാണ്. ഇനി നാളെ നിങ്ങൾ എൻ്റെ വേറൊരു സുഹൃത്തിനെതിരെ പറഞ്ഞാലും ഞാൻ പ്രതികരിക്കും. പിന്നെ നിങ്ങൾ വേറൊരു കാര്യം ചോദിച്ചു, വേറെ പലരും മഞ്ജുവിനെ കുറിച്ച് വളരെ മോശമാണ്, അതൊക്കെ ഈ വിറ്റ് തിന്നുന്നവരാണ്. ഇത് വെച്ച് കാശുണ്ടാക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ഈ ജീവിക്കാൻ വേറെ ജോലി ചെയ്യാൻ അറിയില്ല അവർക്ക് വിയർപ്പിൻ്റെ അസുഖമുണ്ട്. അവരുടെ പ്രധാന തൊഴിൽ തന്നെ മറ്റുള്ളവരെ കുറിച്ച് ഇല്ലാത്ത കഥകൾ, അവരുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് കെട്ടുകഥകൾ ഉണ്ടാക്കി ഇതുപോലെ ഒരു സാങ്കല്പിക ലോകത്ത് അവരിങ്ങനെ വിചാരിക്കും, അവരിങ്ങനെയാണ് അവർ എന്നിട്ട് ഇതിങ്ങോട്ട് പറഞ്ഞിട്ട് ഈ യൂട്യൂബ് കുറെ കാശ് കൊടുക്കുമല്ലോ, ആ കാശ് വെച്ച് ജീവിക്കുന്നവരാണ് അവർ. നിങ്ങൾ അങ്ങനെയല്ല എന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങളൊരു യൂട്യൂബർ അല്ല എന്തായാലും, അല്ലേ? പക്ഷേ നിങ്ങൾ യൂട്യൂബർമാർക്ക് ഇരയിട്ട് കൊടുക്കുകയാണ്. ചില ആളുകൾക്ക്, ഇങ്ങനെയുള്ള പരദൂഷണം പറയുന്ന ആളുകൾക്ക് നിങ്ങൾ ഇരയിട്ട് കൊടുക്കുകയാണ്, നിങ്ങൾ തീറ്റ ഇട്ട് കൊടുക്കുന്നു. അതിനെതിരെയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അവളെ സംബന്ധിച്ച് അവൾ മിണ്ടാതിരിക്കുന്നുണ്ട് എങ്കിൽ അതിന് പുല്ല് വില കൊടുക്കുന്നില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അവർ ഒരു ട്രാപ്പിലും അല്ല എന്നുള്ളത് അവരുടെ ഈ വളരെ സന്തോഷമായിട്ട് അവർ പല യാത്രകളും ചെയ്യുമ്പോൾ തന്നെ എല്ലാവർക്കും അത് മനസ്സിലാവുന്നുണ്ട്. അവരെവിടെയാണ് അവർ കെട്ടിപ്പൂട്ടി വെച്ചാൽ അവർ ഷൂട്ടിങ്ങിന് പോകുന്നുണ്ട്, അവർ പല സ്ഥലത്തുമൊക്കെ അവർ യാത്ര ചെയ്യുന്നില്ലേ? അവർ ഒറ്റയ്ക്ക് മോട്ടോർ ബൈക്ക് ഓടിക്കുന്നതൊക്കെ കണ്ടില്ലേ? അപ്പോഴൊക്കെ ഈ മാഫിയ സംഘം ചുറ്റിലും ഇങ്ങനെ നിൽക്കുകയാണ്. ഇവർ ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ ഈ മാഫിയ സംഘം ഇവരുടെ ചുറ്റിലും ഇങ്ങനെ വലം വെച്ച് ഇങ്ങനെ നിൽക്കുമോ? എന്താണ് സനൽകുമാർ, എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ ഈ സംസാരിക്കുന്നത് മുഴുവനും അങ്ങനെ വിഴുങ്ങാൻ മാത്രം വിഡ്ഢികളാണോ ഇവിടെയുള്ള ആളുകൾ? ഇത് നിങ്ങൾ ഈ പറയുന്ന കാര്യമുണ്ടല്ലോ, അതായത് ഒരു പെണ്ണിനെ കുറിച്ച് ഇങ്ങനെ ഇരുന്ന് ഒരാൾ പറയുമ്പോൾ ഇത് ആസ്വദിക്കാൻ താല്പര്യമുള്ള കുറേ ആൾക്കാരുണ്ട്. ഒരു പെണ്ണിൻ്റെ സ്വകാര്യത അല്ലെങ്കിൽ ഇത്തരം സാങ്കല്പിക കഥകൾ ഇത് ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട്.
അത് കേൾക്കാൻ ഇഷ്ടമുള്ള, വേറെ ജോലിയും കൂലിയൊന്നും ഇല്ലാത്ത കുറേ ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ സംസാരിക്കുന്നത് മുഴുവനും. അതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ നിർത്തൂ എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല. അവർക്ക് ഇതുകൊണ്ട് പ്രയോജനമുണ്ട്, നിങ്ങൾക്കൊരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല. നിങ്ങളിങ്ങനെ കുറേ വീഡിയോ ഇട്ടു എന്ന് കരുതി ഇവിടുത്തെ സർക്കാർ നിങ്ങൾ പിന്നെ കേസെടുക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അതോ പോലീസുകാർ കേസെടുക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ആരും കാര്യമാക്കില്ല. കാരണം ഇത് നിങ്ങൾക്കെതിരെ കേസെടുക്കണമെങ്കിലും, ഇനി നിങ്ങൾ പറയുന്ന മഞ്ജു വാര്യരുടെ ചുറ്റിലുമുള്ള മാഫിയക്കെതിരെ കേസെടുക്കണമെങ്കിലും മഞ്ജു വാര്യർ പറഞ്ഞാലേ കേസെടുക്കാൻ പറ്റൂ. മഞ്ജു പറയണം ഞാൻ ട്രാപ്പിലാണ്, എന്നെ ഒന്ന് രക്ഷിക്കൂ എന്ന് മഞ്ജു പറഞ്ഞാലല്ലേ മനുഷ്യ ഇതൊരു കേസാക്കി മുമ്പോട്ട് പോകാൻ പറ്റൂ. നിങ്ങൾ വിദ്യാഭ്യാസമുള്ള ഒരാളല്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല സനൽകുമാർ. നിങ്ങൾ ഇനി എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, എനിക്ക് ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പറൊക്കെ നിങ്ങൾ എന്നെ വിളിച്ചു എന്നല്ലേ പറഞ്ഞത്, അതിൻ്റെ അർത്ഥം എൻ്റെ ഫോൺ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നാണല്ലോ. ആ ഫോൺ നമ്പർ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇത് സൈബർ സെല്ലിൽ കൊടുക്കുക. എന്നിട്ട് എന്നെ ആരോഗ്യമാണ് വിളിക്കുന്നത്, നിങ്ങൾ ഈ ഏതോ കുറച്ച് ആൾക്കാരുടെ പേര് പറയുന്ന കേട്ടല്ലോ, ആ മാഫിയ സംഘം ഞാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കേ. നിങ്ങളൊരു CIDയെ വെക്കേ, നിങ്ങളൊരു സ്വന്തമായിട്ടൊരു അന്വേഷണ കമ്മീഷനെ വെക്കേ. കാരണം നിങ്ങൾക്ക് സിനിമ ചെയ്യുന്നതിനേക്കാൾ പ്രാധാന്യം ഇതാണ് എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. നിങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ മരണം വരെ നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നാണ് നിങ്ങൾ പറയുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ നമുക്കൊക്കെ വേറെ ജോലിയുണ്ട്, മഞ്ജുവിന് വേറെ ഒരുപാട് ജോലിയുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് വളരെ പ്രധാനപ്പെട്ട ജോലിയുണ്ട്, ഇതിനു വേണ്ടി സമയം പാഴാക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നതാണ് അവരുടെ ആറ്റിറ്റ്യൂഡ്. ഞങ്ങൾക്കൊക്കെ അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്നത് ഇത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിങ്ങൾക്ക് മറുപടി തരാനൊന്നും പോകുന്നില്ല. മാക്സിമം ഇതിൽ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. വളരെ മാന്യമായിട്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. നമുക്ക് വേണമെങ്കിൽ പറയാം നിങ്ങളുടെ പിന്നിൽ ആരെങ്കിലും ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു, ഓർമ്മയുണ്ടോ? ഇപ്പം നിങ്ങൾ പറയണം എൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടെന്ന്. അപ്പം എനിക്ക് ഉറപ്പായിട്ടറിയാം മഞ്ജുവിനെ നാണം കെടുത്താനായിട്ട് നിങ്ങൾക്കാരോ കൊട്ടേഷൻ തന്നിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യും? ഞാൻ പറയുന്ന പൊട്ടത്തരാമെന്ന് നിങ്ങൾ പറയില്ലേ? ഇങ്ങനെയുള്ള വിഡ്ഢിത്തം പറയാതിരിക്കൂ സനൽ. നിങ്ങൾ മരണം വരെ പറയാൻ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, അതിലെനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഞാൻ സംസാരിച്ചത് എൻ്റെ സുഹൃത്തിന് വേണ്ടിയാണ്. എൻ്റെ സുഹൃത്തിനെ ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് അപമാനിക്കാൻ, അത് കേൾക്കാൻ, ഒരാളിരുന്ന് അപമാനിക്കുന്നത് കേൾക്കാൻ എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. സനൽകുമാർ ശശിധരൻ ചോദിക്കുന്നുണ്ട്, 4 വർഷമായി ഞാനിത് പറഞ്ഞ് നടക്കുന്നു, ഈ 4 വർഷമായി ഇവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? ആര്? എന്നെ. ഈ 4 വർഷം ഞാൻ വിചാരിച്ചു ഇത് ഇന്ന് തീരും, നാളെ തീരും, സാരമില്ല പോട്ടെ, ഒരു തമാശയായി കരുതി, ഒരാളുടെ വിവരക്കേടായിട്ട് കരുതി, ഒരാളുടെ ഇമാജിനേഷനായിട്ട് കരുതി. അതുകൊണ്ട് ഞാനത് ഇതിനൊക്കെ ഇപ്പം മറുപടി പറയാൻ പോണത് എന്ന് പറഞ്ഞ് ഞാൻ മിണ്ടാതിരുന്നു. ഇപ്പം മറുപടി പറഞ്ഞപ്പോൾ നിങ്ങൾ ചോദിക്കുന്നു നിങ്ങൾ എന്തിനാണ് മഞ്ജുവിന് വേണ്ടി സംസാരിക്കുന്നതെന്ന്. ഇതെന്താണ് സനൽകുമാർ ശശിധരൻ? നിങ്ങൾ എന്നോട് ഇത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി അതായത് നിങ്ങൾ പറഞ്ഞത് ഇപ്പോഴല്ല, കുറച്ച് മുൻപ്, ഞാൻ ഈ വീഡിയോ ഒക്കെ ഇടുന്നതിന് വളരെ മുമ്പ്, നിങ്ങൾക്ക് ആ ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചു, ഞാൻ ഫോൺ എടുത്തില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത് അല്ലേ? അപ്പം നിങ്ങൾ എന്നെ ഇടപെടുത്താൻ ശ്രമിച്ചു. എന്നിട്ട് ഞാനിപ്പോൾ എൻ്റെ അഭിപ്രായം പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുന്നു നിങ്ങൾ എന്തിനാണ് അഭിപ്രായം പറയുന്നത്, അത് മഞ്ജു അല്ലേ പറയേണ്ടത്?
ഇതെല്ലാം കൂടെ പറഞ്ഞാൽ എങ്ങനെയാ? ഇത് എന്താണ് ഇനി ഇതിന് മേലെ പറയാനുള്ളത് എന്ന് അറിയില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ തന്നെ അയ്യേ വെറുതെ സമയം പാഴാക്കുന്നത് എന്തിനാന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ എന്തിനാണ് എൻ്റെ സമയം പാഴാക്കുന്നത് എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ അപ്പോഴും എൻ്റെ മുന്നിൽ ഒരു സ്ത്രീ അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട്. അത് അവരൊരു പോപ്പുലർ ആയിപ്പോയി എന്നുള്ളത്, അതല്ലാതെ ഏതൊരു പെണ്ണാണെങ്കിലും. ഞാൻ എത്രയോ സ്ത്രീകളുടെ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടല്ലോ. എല്ലാവരും ഇങ്ങനെ പോപ്പുലർ ആയവരൊന്നും അല്ലല്ലോ, അല്ലേ? അതുകൊണ്ട് സനൽകുമാർ, ഞാനിനി നിങ്ങൾക്ക് മറുപടി പറയാനൊന്നും പോകുന്നില്ല. പക്ഷേ നിങ്ങൾക്കെതിരെ കേസെടുക്കാനുള്ളൊരു വകുപ്പ് നിങ്ങൾ തന്നെ ഈ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ട് വച്ചിട്ടുണ്ട്. ആര്? നിങ്ങളതിൽ പറഞ്ഞിരിക്കുന്ന ആളുകൾ തന്നെ നിങ്ങൾക്കെതിരെ കേസെടുക്കാനുള്ള വകുപ്പ് നിങ്ങൾ ഇട്ട് വച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ പ്രശ്നം കൂടുതൽ നിങ്ങൾ വഷളാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്ന ഗൗരവമായിട്ട് എടുക്കുക. പിന്നെ എന്നെ നിങ്ങൾ എൻ്റെ പിന്നിൽ മാഫിയ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ഇവിടെ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. എല്ലാവർക്കും, എൻ്റെ ശത്രുക്കൾക്ക് പോലും അറിയാം ഞാൻ എന്താണ് എന്നുള്ളത്. എൻ്റെ ശത്രുക്കൾ പോലും നിങ്ങൾ ആ പറഞ്ഞൊരു കാര്യം വിശ്വസിക്കുകയില്ല. ഞാൻ ഈ പറയുന്ന മാതിരി എല്ലാ വിഷയങ്ങളിലും ഇടപെടും, ഞാൻ ഓപ്പണായിട്ട് തുറന്ന അഭിപ്രായം പറയും, ഞാൻ ഫെമിനിസ്റ്റാണ്, ഇതൊക്കെ ആൾക്കാർ പറയും. പക്ഷെ ഞാൻ മഞ്ജുവിനെ കുരുക്കുന്ന ഒരു മാഫിയ സംഘത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണെന്ന് പറഞ്ഞാൽ ഈ ഭൂമി മലയാളത്തിൽ ഒരാളും അത് വിശ്വസിക്കില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക് കേട്ടോ. എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. കാരണം നിങ്ങൾ അല്പം വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഒരാളാണ് എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പോയതാണോ എന്ന് എനിക്കറിയില്ല. ഇനി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല. മരണം വരെ ഞാനിത് പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നൊരാൾ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ വീണ്ടും ഞാൻ ചോദിക്കുന്നത്, ഇദ്ദേഹം സിനിമയിൽ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണല്ലോ മഞ്ജുവായിട്ട് ആ ഒരു സിനിമ ചെയ്തത്. അപ്പം ഇദ്ദേഹം സിനിമയിൽ വന്നത് യഥാർത്ഥത്തിൽ എന്തിനാണ്? സിനിമ ചെയ്യാനാണ്. അപ്പം സിനിമ ചെയ്യുന്നതെല്ലാം വിട്ടു. എന്നിട്ട് ഇനി മരണം വരെ ഇതാണ് പുള്ളി ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് പുള്ളി വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. പുള്ളി ഭയങ്കരമായിട്ട് പരസ്പര വിരുദ്ധമായിട്ട് പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ഞാൻ എന്തിന് ഇടപെടുന്നു എന്ന് ചോദിക്കുന്നു. അതേ പുള്ളി എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുത്തില്ല. അജിത ചേച്ചി വിളിച്ചു, ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ എന്തിന് ഇടപെടുന്നു എന്നും കൂടി പുള്ളി ചോദിക്കും. ഇനി മറ്റൊരു കാര്യം പുള്ളി പറയുന്നുണ്ട്, ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാൽ ഈ മാഫിയ സംഘത്തെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ പുറത്തുവിട്ടാൽ ഞങ്ങൾ രണ്ടുപേരും കൊല്ലപ്പെട്ടേക്കാം. എന്നിട്ട് പുള്ളി പറയുന്നു, ചിലപ്പോൾ മഞ്ജുവിനൊന്നും സംഭവിക്കില്ല, കാരണം അവർ ഒരുപാട് പോപ്പുലറായ ഒരാളാണല്ലോ, അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള അപകടമൊന്നും സംഭവിക്കില്ല. ആണല്ലോ, അവർ പോപ്പുലറായ ഒരാളാണല്ലോ, അവർക്ക് ഒരു അപകടവും സംഭവിക്കില്ല എന്ന് താങ്കൾ തന്നെ ആ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടല്ലോ. പിന്നെ എന്താ, ഇപ്പോഴും അവർക്ക് ഒരു അപകടവും സംഭവിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാഫിയ സംഘത്തിന് ചുറ്റും ഉണ്ടെങ്കിൽ അത് അവരുടെ പ്രശ്നമാണ്. അവർ ഡീൽ ചെയ്തോട്ടെ. നിങ്ങൾ ആരാണ് അവരുടെ? പിന്നെ നിങ്ങൾ വീണ്ടും നിങ്ങൾക്ക് സത്യത്തിൽ നിങ്ങൾക്ക് പ്രണയം എന്താണെന്ന് അറിഞ്ഞുകൂടാത്തതിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ മുഖ്യമന്ത്രിയോട് പറയും, ഞങ്ങളെ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ അനുവദിക്കണം, ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. അത്രയ്ക്ക് നിങ്ങൾക്ക് അവരോട് പ്രണയമാണെന്ന് പറയുന്ന അതേ നിങ്ങൾ
ആരോ ഒരാൾ അവരെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞ മോശമായ ഒരു കാര്യം നിങ്ങൾ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ഒരു സ്ത്രീയെക്കുറിച്ച് ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ്. എന്നിട്ട് കുറേ നേരം ഇമോഷണലായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് അതങ്ങ് പറയുകയും ചെയ്യുന്നു. അതെന്തൊരു വൃത്തികെട്ട സ്റ്റേറ്റ്മെൻ്റാണ് നിങ്ങളാ പറഞ്ഞത്. എന്നിട്ട് ഈ സ്ത്രീയുടെ കൂടെ നിങ്ങൾ എവിടെയെങ്കിലും പോയി സന്തോഷമായി ജീവിച്ചോളാം. കഷ്ടമാണ്, കഷ്ടമാണ് സനൽകുമാർ. ഇതിൽ കൂടുതലൊന്നും എനിക്ക് നിങ്ങളോട് പറയാനില്ല. പിന്നെ നിങ്ങൾ വേറെ ഒരു കാര്യം കൂടെ പറഞ്ഞു. ഞാൻ അതിൽ സംവിധാനം ചെയ്യൂ സനൽകുമാർ എന്ന് പറഞ്ഞ ഒരു തംബ്നെയിലിട്ടിരിക്കണം. അതവർ ചെയ്തത് എങ്ങനെയാണെന്നൊക്കെ അറിയാം. ആരാണിപ്പോൾ ChatGPT വഴി പിന്നെ തംബ്നെയിൽ ചെയ്യാതിരിക്കുന്നത്? അയ്യോ, എനിക്ക് ഭയങ്കര ടോട്ടലി എനിക്ക് നിങ്ങളുടെ ആ വീഡിയോ ഭയങ്കര കോമഡി ആയിരുന്നു. പക്ഷേ ഇത് ആക്ച്വലി അങ്ങനെ തമാശയായിട്ട് എടുക്കേണ്ട ഒരു വിഷയമല്ല. ഇത് നിങ്ങളെ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടത്, നിങ്ങൾ പറയുന്ന കാര്യം സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നില്ല, മഞ്ജുവിനും തോന്നുന്നില്ല, ഈ കേട്ടിരിക്കുന്ന ആൾക്കാർക്കും തോന്നുന്നില്ല. പിന്നെ നിങ്ങൾ പറയുന്നു നിങ്ങളുടെ ഇതിൻ്റെ താഴെ അന്ന് എന്നെ പിന്നെ എനിക്കെന്തോ മാനസിക രോഗമെന്ന് പറഞ്ഞവരെല്ലാം ഇപ്പം കുറേശ്ശെ വിശ്വസിച്ച് തുടങ്ങിയിരിക്കുന്നു എന്ന്. അതെന്താ അറിയോ, നമ്മൾ ഒരേ നുണ 1000 തവണ പറയുമ്പോൾ ആ നുണ സത്യമായി പോകും സമൂഹത്തിന് മുമ്പിൽ. അല്ലാതെ ആ വിഷയം സത്യമാവില്ല. ആളുകൾ വിചാരിക്കും ഇയാൾ കുറേ കാലമായില്ലേ പറയുന്നു, ഒരു പക്ഷേ അത് സത്യമാണെങ്കിലോ. എൻ്റെ ഏതോ ഒരുത്തം വന്നിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, ചേച്ചി ഇത് കുറേ ആയില്ലേ ഇയാൾ ഇതിങ്ങനെ പറയുന്നു. ഇത്രയും 100-ലധികം കമൻസ് വന്നതിൽ ഒരാളാണ് അത് ചോദിച്ചിരിക്കുന്നത്. അതങ്ങനെയാണത്. അത് ഇങ്ങനെ ഒരേ കാര്യം നമ്മൾ ഇല്ല 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 എന്ന് പറയുമ്പോൾ ശരിയാ ഇല്ലായിരിക്കും, അങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അത് ആണ് എന്നുള്ള ഇതിലേക്ക് പോകും. അതങ്ങനെയാണത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് സത്യമായത് കൊണ്ടല്ല അതങ്ങനെ ആളുകൾ പറയുന്നത്. ആൾക്കാർ വിചാരിക്കണം അയ്യോ ഇത് ഇയാൾ കുറേ നാളായി പറയുന്നുണ്ട്, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കുമോ എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് അത് സത്യമല്ല കേട്ടോ. ഞങ്ങളാരും അത് വിശ്വസിക്കുന്നില്ല. ഒരാളും, ഞങ്ങളെല്ലാവരും വളരെ ഉറ്റ സുഹൃത്തുക്കളായി ഒരു വലിയ സംഘം തന്നെ ഉണ്ട് ഒന്നിച്ച്. അതുകൊണ്ട് അങ്ങനെയൊന്നും പിന്നെ അവർക്കൊരു അപകടം വരാൻ നമ്മളാരും വിടില്ല. അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ഒരുപാട് വിഷമിക്കണം എന്നില്ല. പിന്നെ നിങ്ങളുടെ പ്രണയം അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യം, അതിലൊന്നും ഞാൻ അഭിപ്രായം പറയില്ല, അതിൽ ഞാൻ ഇടപെടില്ല. അത് അവർക്കുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ കാര്യം. എന്നെ സംബന്ധിച്ച് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലിരുന്ന് ഒരു സ്ത്രീയെ സമൂഹത്തിന് മുൻപിൽ പരിഹസിക്കപ്പെടാൻ ഒരു കാരണക്കാരനാകാതിരിക്കൂ എന്ന് മാത്രമേ അവളെ നിങ്ങൾ മോശക്കാരിയാക്കുകയും ഒപ്പം നിങ്ങൾ ഒരു കോമഡി കഥാപാത്രമാവുകയും നിങ്ങളൊരു പരിഹാസ്യനാവുകയും ചെയ്യുന്നുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ബൈ.